എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു നല്ല വലിപ്പമുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോ ചെമ്മീനാണ് വാങ്ങിയിട്ടുള്ളത്. അത് കഴുകി റെഡിയാക്കുമ്പോഴത്തേനും അത്രയൊന്നും കാണാനില്ല. പക്ഷെ നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് റോസ്റ്റൊക്കെ ആക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നല്ലപോലെ പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അതിൻ്റെ മസാലയൊക്കെ അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2-3 സ്പൂണ് എണ്ണ ഒഴിച്ചതിൽ നമുക്ക് ഈ പുരക്കി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. അതെല്ലാം എടുത്തു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് തന്നെ ആക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ചെമ്മീൻ അത്രയും പൊരിഞ്ഞെടുക്കണ്ടു. പിന്നെ തിരിച്ചിട്ടിട്ടും അതുപോലെ ഒരു 5-10 മിനിറ്റ് വെക്കുക. അപ്പോൾ നല്ല പോലെ ഇതാവും. പിന്നെ നമുക്ക് ഗ്രേവിയിലിട്ടിട്ടും കൂടി ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീൻ മാറ്റിയ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഗ്രേവിയും കൂടി ഉണ്ടാക്കാം. ഇനി അതിലത്തേക്ക് തന്നെ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കടുകിട്ട് പൊട്ടിയതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്യണം. പിന്നെ ഒരു 10ഓളം വെളുത്തുള്ളി അല്ലിയും കൂടി പിന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരു 2 കതിർപ്പ് കരിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്, മധുരം ഉണ്ടാവില്ല. ചെമ്മീൻ തന്നെ കുറച്ച് മധുരമല്ലേ. ഒരു 10-25 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി അതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് വലിയ തക്കാളി തന്നെ എടുക്കുന്നത്. അതും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. കാരണം തക്കാളി പുളിയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അതും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ വേണ്ടത് നല്ല കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക. അതിന് ശേഷം ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ്, തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. പിന്നെ തക്കാളിയെല്ലാം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനില്ലേ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുക. ഇനി നമുക്കതിലേക്ക് നല്ല വെന്ത് കുറുകി വന്ന അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പിന്നെ ഗരം മസാലയും അതുപോലെ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ചേർക്കുന്ന വീഡിയോ വിട്ടുപോയിട്ടുണ്ട്. കരിവേപ്പില മാത്രം ചേർക്കുന്ന വീഡിയോ ആയി കിട്ടിയിട്ടുള്ളൂ. അതും കൂടി ഇട്ട് വഴറ്റി ഒന്ന് കുറച്ചും സമയം കൂടി ഒന്ന് കുറുകാൻ വെക്കണം. അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും കണ്ടോ, നല്ല അത്രേ കുറച്ചേ ഉള്ളൂ, പക്ഷേങ്കിൽ എന്നാലും നല്ല മണവും രുചിയും എല്ലാം ഉണ്ട്. സവോള ചേർത്താൽ കുറച്ചും കൂടി മധുരം കൂടും. ഇതാകുമ്പം മധുരം കുറയും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. ഒന്നും കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.